ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനെ പറ്റിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ 15, 2023 തറക്കല്ലിട്ടത് 2015 ഡിസംബറിനാണ്. ഡിസംബർ 5 തറക്കല്ലിട്ടത്. താലൂക്ക് നെയ്യാറ്റിൻകര. VISL ചെയർമാൻ മുഖ്യമന്ത്രി, CEO ശ്രീകുമാർ K. നായർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ അദാനി ഗ്രൂപ്പാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 40 വർഷത്തേക്കാണ്. രാജ്യാന്തര തുറമുഖത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ആധുനിക ജിയോ സെൽ റോഡ് നിലവിൽ വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പിനായി മാത്രം രൂപവത്കരിച്ച സംസ്ഥാന സർക്കാർ കമ്പനി VISL ആണ്. കണ്ടെയ്നർ നീക്കത്തിന് വിഴിഞ്ഞം തുറമുഖവുമായി സഹകരിക്കാനൊരുങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്തുള്ള രാജ്യത്തെ ഏക തുറമുഖം ആണ് വിഴിഞ്ഞം സീപോർട്ട്. 18 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. 220 മീറ്റർ ആഴം കൂടുതലുള്ളതിനാൽ 400 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്ത് അടുപ്പിക്കാമെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. തുറമുഖത്തിൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം സീപോർട്ട്. 2023 സെപ്റ്റംബറിൽ ISPA സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S. അയ്യർ. ആദ്യ കപ്പൽ ഷെൻഹുവ 15 ചൈനയിലേതാണ്. രണ്ടാമത്തെ കപ്പലും ഷെൻഹുവ 29 ചൈനയിലേതാണ്. 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനാ കപ്പലാണ് INS സത്ലജ് J-17. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് NY51 ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്താണിത് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് VISL